ഹലോ. അപ്പോൾ ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ. വിശേഷപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നരും കൂടെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഉത്സവം തുടങ്ങിയിട്ട് തന്നെ 3-4 ദിവസമായി കേട്ടോ. അപ്പോൾ ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ എന്തായാലും ഉത്സവം തീരും. അതിന് മുമ്പേ ഒന്ന് ദേവിയെ കണ്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വൈകിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഉത്സവ ദിവസമായതുകൊണ്ട് നടയൊക്കെ പതുക്കെ അടയ്ക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. കാരണം വേറൊന്നുമല്ല, യദുവിനും ആ സമയമാകുമ്പോഴേ അവന് വർക്ക് തീരത്തുള്ളൂ. ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്രയും ദിവസം പോകാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു കേട്ടോ. ഞങ്ങളെക്കാട്ടി ഏറ്റവും എക്സൈറ്റ്മെന്റ് ആർക്കെന്ന് അറിയാമോ? വസുവിനാണ് കേട്ടോ. കാരണം അവൻ വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോയിട്ടുള്ളൂ. നമ്മൾ അധികം ഉത്സവത്തിനൊന്നും പോയിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലൊക്കെയാണ് ഓർമ്മ പറഞ്ഞത്. പണ്ട് ഇങ്ങനെ അമ്പലങ്ങളിലെല്ലാം കയറി ഇറങ്ങുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കാണുമ്പോൾ അവർ കളിയാക്കുകയും ചെയ്യാറുണ്ട്, നിന്നെ ഏത് അമ്പലത്തിൽ നോക്കിയാലും കാണാമല്ലോ. അന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തെങ്കിലും ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി, തൊഴുതു. അങ്ങനെ കുറേ നേരം കുഞ്ഞിനെയും വെച്ച് അവിടെ നിന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളിതിന് മുമ്പ് ഇവിടെ തൊഴാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അവിടെ നിറയെ കുഞ്ഞു പിള്ളേരൊക്കെ വരും. അപ്പോൾ അവന് കളിക്കാൻ കൂട്ടുമാവുമല്ലോ, ആ ഒരു ലക്ഷ്യം കൊണ്ട് അവനും വന്നത് കേട്ടോ. പക്ഷേ ഇന്നായപ്പോൾ അധികം കുഞ്ഞു പിള്ളേരൊന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്നത് സംഗീത കച്ചേരിയായിരുന്നു കേട്ടോ. എന്നാൽ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഇരുന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ടു കേട്ടോ. അവൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൽ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. പക്ഷേ വസുവിന് ഒരു മനസ്സുമില്ലായിരുന്നു തിരിച്ചു വരാൻ. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 8 മണിയായി കേട്ടോ. എന്തോ അമ്പലത്തിലൊക്കെ പോയപ്പോൾ മനസ്സിനൊരു നല്ല സന്തോഷം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.